മെഗാ കേരള കോൺഗ്രസ് ബിയിലെ പ്രമാണിയായ ഗണേഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധം പൂണ്ട് ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഇന്ന് RMPയിൽ പോയി ലയിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ KB ഗണേഷ് കുമാർ എന്ത് ചെയ്യും? കഴിഞ്ഞ 5 വർഷം 2.5 വർഷത്തിനിടയിൽ KB ഗണേഷ് കുമാർ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ പുതിയൊരു ബസ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ KSRTCയിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ KB ഗണേഷ് കുമാറിന്റെ ഒരു ഫോട്ടോ, ഒരു റീല്, ഒരു വാർത്ത ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ വിരളമായി കേൾക്കുന്ന ഒരു പേരാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ഫീൽഡ് ഔട്ടായി. ഇനി അദ്ദേഹത്തിന് ഇപ്പോൾ അമ്മയെ വീണ്ടും വലിയ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കാനായി അദ്ദേഹം അമ്മയെ ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്. പണ്ട് KSRTC ഏറ്റെടുത്തതുപോലെ. പക്ഷെ അത് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും തന്നെയും കേരള കോൺഗ്രസ് ബി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പേര് എന്ന് പറയുന്നത് KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിന് പോലും ഒരു ഫേസ് ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിക്ക് ഫേസ് ഉണ്ടോ? അതിന് ആകെ ഉണ്ടായിരുന്നത് ഞാനും ഒപ്പനും സുഭദ്രയായിരുന്നു. മുതിർന്ന നേതാവായ ബാലകൃഷ്ണപിള്ള ഒരു പാർട്ടി തുടങ്ങുന്നു. കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിയുടെ ചെയർമാനായി മകൻ KB ഗണേഷ് കുമാർ ഇരിക്കുന്നു. നമ്മളൊക്കെ തമാശയ്ക്ക് പറയും, ആയ കാലത്ത് അപ്പനൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ മന്ത്രിയായിട്ടൊക്കെ ഇരിക്കായിരുന്നു എന്ന്. അപ്പോൾ MLA സ്ഥാനമൊക്കെ പോയ സ്ഥിതിക്ക് പാർട്ടിയുടെ നല്ല കാലം, പ്രതാപകാലം അവസാനിച്ചിരിക്കണോ? അപ്പോ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്തിനു നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഈ പറഞ്ഞ പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ഈ RSPയുടെ കാര്യം പറയാറുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിന്റെ കാര്യവും മറ്റ് നമ്മുടെ UDFന്റെ ഘടകകക്ഷികളായ പല പാർട്ടികളുടെയും കാര്യം നമ്മൾ പറയാറുണ്ട്. അവർക്കെല്ലാം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ആശയങ്ങൾ എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിയോടൊപ്പം എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉറച്ചു നിൽക്കും? നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിൽ KB ഗണേഷ് കുമാറിന്റെ പ്രസംഗം കണ്ടതാണ്. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കി പട്ടികൾ എന്നൊക്കെ വന്ന് വളരെ ഒരു എന്താ പറയാ അഭിമാനത്തോടെ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ അദ്ദേഹത്തിനത് പറയാൻ, മൈക്കിന് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിനത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ വളരെ പേഴ്സണൽ സ്പേസിൽ ഈ പ്രവർത്തകരും പാർട്ടിക്കാരും മാത്രം ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം ധാർഷ്ട്യക്കാരനായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അതുപോലെ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് ആദ്യം പുറത്തുപോയ വ്യക്തി പെരുങ്കുളം സുരേഷ് അല്ലെ? അതെ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് സാധാരണപ്പെട്ട മനുഷ്യരൊന്നും പറ്റില്ല, സാധാരണക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കാനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. only VIPs പഴക്കാരന്മാർ. ഇപ്പൊ ഇങ്ങനെ പോക്കറ്റിന്റെ കനം നോക്കിയാണ് അദ്ദേഹം ആൾക്കാരെ സന്ദർശിക്കുന്നതും ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും. അപ്പോൾ ആത്മാഭിമാനമുള്ള മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത് നമുക്കൊരിക്കലും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഓൾറെഡി കേരള കോൺഗ്രസ് ബി പാർട്ടി നശിച്ചു. ഇനി അടുത്ത 5 വർഷത്തിന് ശേഷം തുടർഭരണം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അതും ഉണ്ടാവില്ല. ഇനി ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ബി ഇനി വളരെ നാണം കെട്ട് വിഷമിച്ച് ബുദ്ധിമുട്ടി UDFിലേക്ക് വരട്ടെ എന്ന് ചോദിക്കണം. അത് ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ ദ്രോഹിച്ചതിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ UDF അതിനെ സമ്മതിക്കുമോ എന്നുള്ളത് അടുത്ത ചോദ്യം. ചാണകത്തിൽ ചൂല് പൊക്കി അടിച്ചോടിക്കും UDFിലുള്ള പ്രവർത്തകർ തന്നെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അത്രയേറെ ഉപദ്രവമാണ് ഈ ഒരു UDF എന്നുള്ള പാർട്ടിയോടും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനോടും ചെയ്തു വെച്ചത്. അതെ, ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയുമായി, ഇപ്പോഴത്തെ പത്തനാപുരത്തെ ഒറിജിനൽ MLA ജ്യോതികുമാർ ചാമക്കാലയുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ വീഡിയോ ഇങ്ങനെ ഞാൻ എടുത്ത് കാണുമായിരുന്നു. എന്നിട്ട് അതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ആ കമന്റ് ബോക്സ് മുഴുവൻ പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ്. KB ഗണേഷ് കുമാറിന്റെ ധാർഷ്ട്യം. ആ ധാർഷ്ട്യക്കാരനെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ പത്തനാപുരംകാരുടെ കമന്റുകൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 5 മാസം മുൻപെങ്ങാണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇതാണ് പറയുന്നത്. അപ്പോൾ പത്തനാപുരത്തുകാർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഈ പറഞ്ഞ 25 വർഷക്കാലം MLA ആയിരുന്നുവെങ്കിൽ പോലും എത്ര സഹിച്ചാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളത്. ഒരിക്കലും ഏതൊരു സ്ഥലത്താണെങ്കിലും ധാർഷ്ട്യം, ഒരാൾക്ക് മുകളിൽ ചവിട്ടി നിൽക്കണമെന്ന ഒരാളുടെ തോന്നൽ. ഇപ്പോൾ പിണറായി വിജയന്റെ അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെ ഇരിക്കുന്നു? ആരൊക്കെയാണ് അദ്ദേഹത്തിന് വില കൊടുക്കുന്നത്? ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ, ഘടകകക്ഷിക്കുള്ളിൽ, എതിർ പാർട്ടിയിൽ നിന്ന് പറഞ്ഞ രാഷ്ട്രീയവുമായി ഒരു ബന്ധമില്ലാത്ത മനുഷ്യർ വരെ വന്ന് പിണറായിയെ തെറി പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ഈ ജനപ്രതിനിധികളാണ്. ജനങ്ങളെ സേവിക്കാനുള്ള നിങ്ങളെ ജനങ്ങൾ സേവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങി നിങ്ങളുടെ പതനം എന്ന് പറയുന്നത്. ഇപ്പൊ KB ഗണേഷ് കുമാർ അങ്ങനെയായിരുന്നു. എല്ലാവരും എനിക്ക് താഴെ നിൽക്കണം,
നിങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ സല്യൂട്ട് അടിക്കണം, ഉണ്ടഴിച്ചിട്ടിടണം, ഒന്ന് തൊഴുതാൽ അത്രയും സന്തോഷം, കാല് തൊട്ട് വന്നിച്ച് അതിനേക്കാൾ സന്തോഷം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നാൽ അത് ഒരുപാട് കാലം പോകില്ല. 5000 കാമുകിമാരുടെ ഏക കൃഷ്ണൻ ഇനി ഇതുപോലത്തെ കാമുകിമാരോടുള്ള ലീല ഇനി തുടരാം എന്തായാലും. കാരണം ഇതുപോലെയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും തലയ്ക്ക് മേളിലില്ലല്ലോ. കാരണം ഇതിനു മുമ്പ് തന്നെ NSSൽ നിന്നുള്ള അംഗത്വം എടുത്തു മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ തന്നെ തള്ളിപ്പറഞ്ഞ് അവർ മറ്റൊരു പാർട്ടിയിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ പാവം നമ്മുടെ KSRTC കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടി ഒരു ജന്മം മാറ്റിവെച്ച ഗണേഷ് കുമാർ തൻ്റെ ഭാവി ഇനി എന്ത് ചെയ്യും? അതെ, ഇപ്പോൾ അദ്ദേഹം KSRTCയുടെ വളയം പിടിക്കാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി രാത്രി പത്തനാപുരത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്. അപ്പോൾ പത്തനാപുരത്തെ KSRTC ബസ്സുകൾ ഇടുന്നത് ഈ റോഡിന്റെ സൈഡിലൊക്കെയാണ്. അപ്പോൾ ഇനി രാത്രി ഉറക്കം വരാതെ KSRTCയിൽ അനധികൃതമായി കയറി വളയം പിടിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, MLA ഓഫീസിൽ 25 വർഷം ഇരുന്ന അദ്ദേഹം അതിനുശേഷം കാണിച്ച ഫ്രസ്ട്രേഷനൊക്കെ കുറെ ഉണ്ടായിരുന്നു. അദ്ദേഹം ജ്യോതികുമാർ ചാമക്കാല 7000 വോട്ടുകൾ മറിച്ചത് കൊണ്ടാണ് ഞാൻ തോറ്റതില്ല, ഞാൻ തോറ്റില്ല, അതുകൊണ്ട് എന്താ എൻ്റെ തോൽവി അല്ല എന്ന് പറഞ്ഞ മഹാമനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ തോൽവിയുടെ ഫ്രസ്ട്രേഷൻ ഒന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഈ കൂടെയുള്ളവരും കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് അറിയില്ല. കാരണം കൂടെയുള്ളവരെ ഒരു പ്രവർത്തകരായിട്ടുള്ള വെറും അടിയാന്മാരോ അല്ലെങ്കിൽ കീഴാളരായിട്ട് കണ്ട ഒരു ജന്മിയുടെ ഒരു യഥാർത്ഥ മുഖം അതാണ് ഇവിടെ ഒരു ഗണേഷ് കുമാറിന്റെ ചുറ്റുമുണ്ടായിരുന്നവർ പോയപ്പോൾ അടിഞ്ഞു വീണത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അദ്ദേഹം കേരള കോൺഗ്രസ് ബി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഇത് UDF-നൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ബി എങ്കിലും ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡൊന്നും വെച്ച് കേരളത്തിൽ ജനപ്രതിനിധിയായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളാണ് മണ്ടൻ എന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാ ചിന്തിക്കാൻ കഴിയുക ഇത്രയും ധാർഷ്ട്യത്തോടെ? 2026 ഈ നൂറ്റാണ്ടിലും ഇത്തരം ചിന്തകളോടുകൂടി ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ധാർഷ്ട്യത്തിന്റെ മുഖമാണ്. അത് ഇനി വിലപ്പോകില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്ത് വേ ഓഫ് സ്റ്റൈൽ പഠിക്കണം. 5 വർഷം അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് എല്ലാ ആവശ്യക്കാരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൃത്യമായി സാധാരണ മനുഷ്യനായി അവിടെ നിൽക്കുകയാണെങ്കിൽ, അപ്പൊ ഈ പറഞ്ഞ പോലെ പണ്ട് ജ്യോതികുമാർ ചാമക്കാല മരണ വീടുകളിൽ പോകുന്നു, ചാക്കാല വീടുകളിൽ ശവപ്പെട്ടിക്കാരന്റെ മനസ്സുമായി കയറി ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ KB ഗണേഷ് കുമാർ. പക്ഷെ അദ്ദേഹം ഇപ്പൊ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ജ്യോതികുമാർ സ്പേസ് കിട്ടിയാലോ, ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അപ്പോ ജ്യോതികുമാർ ചാമക്കാല സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് പഠിച്ച് തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ നല്ലത്. ഇപ്പോ വലിയ പൊളിറ്റിക്കൽ ലെഗസി ഒക്കെ ഉള്ള വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് പറ്റുവാണെങ്കിൽ വരട്ടെ. പക്ഷെ ഈ ധാർഷ്ട്യം മാറ്റിവെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ 25 വർഷത്തിന് ശേഷം 2026 പത്തനാപുരത്തുള്ള ജനങ്ങൾക്കൊരു ശാപമോക്ഷം ഉണ്ടായത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്രയേറെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചീത്തപ്പേര് വാങ്ങിക്കൂട്ടിയ ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത് വരെ തെറ്റാണ്, തൻ്റെ പണസ്വാധീനവും അല്ലെങ്കിൽ അധികാരവും അല്ലെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു എക്സ്പോഷർ വെച്ച് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ് ഈ ഗണേഷ് കുമാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. അതെ, അയാള് 5000 കാമുകിമാരെന്ന് വളരെ ലാഘവത്തോടെ പറയുന്നു. ഇത് കേസായിട്ട് പുറത്തേക്ക് വരാത്തത് കൊണ്ട് മാത്രമാണ് അതിനെപ്പറ്റി പരാമർശിക്കാത്തത്. ഇവിടെ രണ്ട് പെൺകുട്ടികളെ ഒരുമിച്ച് നോക്കി അവനെ കോഴിന്ന് വിളിക്കുന്ന കാലുവാ. അപ്പൊ ഈ 5000 കാമുകിമാരുടെ കാമുകത്ത് പറയുന്ന ആളെ കാസനോവ, അത് പത്തനാപുരത്തെ കാസനോവയ്ക്ക് അവിടെ ചീത്തപ്പേരില്ല. ഈ പുള്ളി ഇദ്ദേഹത്തിനെതിരെ കേസായിട്ട് പുറത്തു വരാത്തിടത്തോളം കാലമാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്താത്തിടത്തോളം കാലമാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ. അദ്ദേഹം കുറെ ഈ പറഞ്ഞ പവർ പൊസിഷൻ യൂസ് ചെയ്ത് പലരെയും എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഒളിഞ്ഞും തെളിഞ്ഞും നേരിട്ടും അല്ലാതെയും ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിനൊരു തെളിവ് കിട്ടുന്ന പക്ഷം കേരള കോൺഗ്രസ് പി എന്ന പാർട്ടിയെ നശിച്ച് KB ഗണേഷ് കുമാർ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയും നശിച്ച് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം വിദൂരത്തൊന്നുമല്ല. ഇപ്പോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചില്ലേ കുറെ നാൾ ഇങ്ങനെയൊക്കെ ചെയ്തു നടന്നാലും ആരും അറിയില്ല ഇതെങ്ങനെ പോകുമെന്ന്. അങ്ങനെ പോയില്ലല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിച്ച് ശരിക്കും അത്ര കാലം ഏറ്റവും ടോപ്പിൽ വെച്ചിരുന്ന ഒരു മനുഷ്യനെയാണ് ഇതുപോലെ ഒരു അലിഗേഷൻ വന്നപ്പോൾ
എടുത്ത് നിലത്തിട്ടത്. ഇപ്പൊ ഈ എന്തെങ്കിലും ഒരു പീഡനമല്ല, എന്തെങ്കിലും ഒരു കോഴി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീലോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന്റെ താഴെ ആരെങ്കിലും ഒരാളെങ്കിലും വന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മെൻഷൻ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ചിലപ്പോൾ മന്ത്രി പോലും ആകാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്. അതുപോലും കളഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ദുശ്ചിന്തയും ഈ ദൂഷ്യവശവുമാണ്. അത് KV ഗണേഷ് കുമാറിനുണ്ടെങ്കിൽ, ഉണ്ടെന്ന് തെളിയുകയാണെങ്കിൽ അത് തന്നെ നിങ്ങളെയും വേട്ടയാടും എന്ന് മാത്രമേ പറയാനുള്ളൂ.